നമസ്കാരം. വീണ്ടും മണിപ്പീച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് വൈകുന്നേരം ബംഗളൂരിൽ ഇവൻ്റാണ്. ബംഗളൂരിൽ വെച്ചാണ് റെക്കോർഡിംഗ് നടക്കുന്നത്. ചോദ്യങ്ങൾ ചോദിക്കാൻ വിഷ്ണു നമ്മളൊപ്പമുണ്ട് ബംഗളൂരിൽ. എല്ലാവർക്കും നമസ്കാരം. സാറിനേക്കും നമസ്കാരം. സർ, ആദ്യം നോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ ജനങ്ങളുടെ വകയിൽ നിങ്ങൾക്ക് ഒരു താങ്ക്സ്. സർ, ITC ഡിവിഡൻഡ് വന്നിരിക്കുന്നു. TCSയുടെ ഡിവിഡൻഡ് വന്നിരുന്നു. നാറ്റ്കോയുടെ ഡിവിഡൻഡ് വന്നിരുന്നു എന്ന് തോന്നുന്നു. കുറച്ച് മാസത്തിന് മുമ്പേ കർണാടക ബാങ്കിലിരുന്നും ഡിവിഡൻഡ് വന്നായിരുന്നു. സർ, ഇതിന് ഇനിയുള്ള പേടി എന്ന് വെച്ചാൽ ഇതിനെല്ലാത്തിനും ടാക്സ് ചോദിക്കല്ലോ. അല്ല, ടാക്സ് ഒക്കെ ഡിറ്റക്ട് ചെയ്ത് തന്നെ വന്നിരിക്കും. പക്ഷെ വർണ്ണ എമൗണ്ട് വന്ന് ഞങ്ങളെ സാലറി സ്ലാബിൽ ഇൻക്ലൂഡ് ആകുമോ സാർ? അതെ, സാലറി സ്ലാബിൽ തന്നെ ഇൻക്ലൂഡ് ആവും. അപ്പൊ ഞാൻ അതിന് തിരികെ പേ ചെയ്യണല്ലോ. ഒരു 10% TDS പോയിരിക്കല്ലോ സാർ. എപ്പോഴും എന്തെന്ന് അറിയാൻ ഒരു കാര്യം, നിനക്ക് ജീൻ്റെ ഒരു വ്യാധി നിനക്ക് തൊട്ടിട്ടുണ്ട്. നീ എപ്പോഴും ആ ടോപ്പ് 1% കുറിച്ചാണ് നീ വിഷമിക്കുന്നു. നമ്മളെ ഫോളോ ചെയ്യുന്ന മുക്കാൽവശം ആൾക്കാർ ഈ 12 ലക്ഷം രൂപ ബ്രാക്കറ്റിലേ ഇരിക്കില്ല. അവർക്ക് റീഫണ്ട് ഇട്ടാണ് വാങ്ങാൻ പോകുന്നത്. നീ എപ്പോഴും A1 പോലെ പണക്കാരൻ്റെ മാത്രം ചിന്തിക്കുന്നു. നിന്നെ തെറ്റായിട്ടാണ് ട്രെയിൻ ചെയ്തിരിക്കുന്നത്. 24 ലക്ഷം സമ്പാദിക്കുന്ന ആൾക്കാർ 30% ടാക്സ് കട്ടുന്നത് തെറ്റല്ല. സർ, വാങ്ങുന്ന ശമ്പളത്തിന് ടാക്സ് കെട്ടുന്നത് ഓക്കെ സൈം. ഡിവിഡൻഡ് വരുന്നതിനും കെട്ടണമെന്ന് പറയുന്നത് എൻ്റെ സർ. അത് ചുമ്മാ ഓസിയിലാവുന്ന ഇൻകം അല്ലേ അത്. സർ, അടുത്തത് ഈ ഇറാൻ USA ഇഷ്യൂ എന്താണ് നടക്കുന്നത് സർ? ഗോൾഡ് ആ ഇഷ്യൂവിനെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നത് പോലെ 10 രൂപ കയറുന്നു, 10 രൂപ ഇറങ്ങുന്നു. അത് അതിനെ വാച്ച് ചെയ്യണ പോലെ ഉണ്ട്. മെയിനായിട്ട് US സുപ്രീം കോർട്ടിൻ്റെ ഇത് വന്ന ഉടനെ ഒരു ജമ്പായി അങ്ങനെ തന്നെ സ്റ്റഡി ആയിട്ടും ഉണ്ട്. ഈ ട്രംപിന്റെ ഉത്തരവ് ഈ നടപ്പിൽ വരത്തില്ല എന്ന് പറഞ്ഞ കാര്യം ഇപ്പം എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇറാനിൽ അവർ ഗുണ്ടിടാമ വേണ്ടാമ എന്ന് നോക്കിയിരിക്കുന്നു. ഈ വീക്കെൻഡിൽ ഗുണ്ടിട്ടുണ്ട്. പോയ ആശയം ഇത് തന്നെ സാർ പറഞ്ഞായിരുന്നു. ആൻഡ് ഇന്റർനാഷണലി അവർക്ക് ന്യൂസ് ഒന്നും കാണിക്കാൻ പറ്റിയില്ലായിരുന്നു. ഈ എപ്സ്റ്റീൻ ഫയൽ കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് വലിയ ആൾക്കാരെ തല ഉരുണ്ടുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നോക്കുമ്പോൾ ഇംഗ്ലണ്ടിൽ പ്രൈം മിനിസ്റ്റർ ഇരിക്കുമോ എന്ന സംശയവും ഇരിക്കുന്നു. എന്തെന്ന് വെച്ചാൽ ട്രംപിന് പൂജ തൂക്കാൻ യൂറോപ്പും ഇല്ല ഇപ്പോൾ. ഗുണ്ടിടുവാണെങ്കിൽ അവർ മാത്രമാണ് റെസ്പോൺസിബിൾ. എന്താണെന്ന് വെച്ചാൽ യൂറോപ്യൻ യൂണിയനെ അവർ വെറുപ്പാക്കിയിരിക്കുന്നു. അതായത് പുട്ടിൻ്റെ ഒപ്പം പീസ് ട്രീറ്റി സൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഗുണ്ടിടുമോ ഇടൂല്ലേ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇസ്രയേലിലിരിക്കുന്ന അമേരിക്കൻസ് വെളിയിൽ പോകണം എന്ന് പറയുന്നിരിക്കുന്നല്ലേ സാർ? ഞാനറിഞ്ഞു അബുദാബി, ദുബായിൽ ഇതെന്നൊക്കെ ഇരിക്കുന്ന ആൾക്കാർ എന്ത് പറയുന്നത്, ഞങ്ങൾ സേഫായിട്ട് വെളിയിൽ ഇരിക്കുന്നു എന്നതാണ് പറയുന്നത്. ദുബായിയുടെ അകത്തിരിക്കുന്ന ആൾക്കാർ സേഫാ തന്നെ ഇരിക്കുന്നു. ദുബായ് ടു ഇന്ത്യ ട്രാവൽ തന്നെ വളരെ നോക്കി തന്നെ ചെയ്യുന്നു. അതായത് എന്തെന്ന് വെച്ചാൽ ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിൻ്റെ താണ്ടി അപ്പുറത്തെ സൈഡ് ഇരിക്കുന്നത് ദുബായാണ്. ഫസ്റ്റ് ഇറാൻ അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ ദുബായിനെ തന്നെ അറ്റാക്ക് ചെയ്യും. സാർ, എന്ത് ചോദ്യം എന്ത് ചോദിക്കുന്നതെന്നാൽ ഇപ്പൊ പെട്ടെന്ന് ഒരു ബോംബ് അടുത്തപ്പോൾ ഞങ്ങൾ ഡെമോ നോക്കുന്നു എന്നാൽ കൂടെ ഇവരും അതുപോലെ തന്നെ ഡെമോ എടുക്കുമല്ലോ. അങ്ങനെ നവക്കമാണെങ്കിൽ ഗോ അല്ല കയറും മാർക്കറ്റ് ഇറങ്ങുമല്ലേ സാർ? മാർക്കറ്റ് എനിവേ ഇറങ്ങാൻ പോകുന്നു. ഇന്നലെ ലണ്ടനിലുള്ള ബംഗ്ലാദേശികൾ ചേർത്ത് വച്ചിരുന്ന ഒരു ലെൻഡർ വന്നിട്ട് ദിവാലായിരിക്കുന്നു. അത് വന്നിട്ട് ഈ ഹസീന പവർ പോയതിലിരുന്ന് അണ്ടർലൈങ് അസറ്റ് വാല്യൂ ഒക്കെ താഴെ വീഴുന്നു. ആ കടയിനെ ഇഴുത്ത് മൂർന്നത് പോലെയാണ് ആയത്. ഇന്നലെ നൈറ്റ് ഡൗൺ ആണ്. നാസ്ഡാക്ക് എല്ലാം കുറച്ച് കളഞ്ഞിരിക്കുന്നു. അതായത് ലൂസൺ ചെയ്തിരിക്കുന്നു. ഫ്യൂച്ചറാണ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലൂസൺ. ഇന്നും അതിനെ ശരിയാക്കിയില്ല, ജസ്റ്റ് ലൂസൺ ചെയ്തിരിക്കുന്നു. മൺഡേ തൊട്ട് ബോണ്ട് ഇടുവാണെങ്കിൽ ജലദോഷം എന്ന് പറയുന്നു. ആ 25,000 ടച്ച് ചെയ്ത് നോക്കാമെന്ന് ഈ 25,500 പോയി അതിനെ ഉടച്ചിരിക്കുന്നു. പിന്നെ 25 അപ്ഡേറ്റ് ഒരു 4 ദിവസം ട്രൈ ചെയ്ത് എത്രയും ദിവസം അത് ഹോൾഡ് ആകുന്നു എന്ന് നോക്കാം എന്ന് അവർ ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഉടനെ കുറച്ച് ബൗൺസായി പിന്നെ ഇറങ്ങിയാലും ഇറങ്ങും. എന്തുകൊണ്ട് ഈ ചോദ്യം ചോദിക്കുന്നതെന്നാൽ സിറ്റ് ഓൺ ക്യാഷ് എന്ന സ്ട്രാറ്റജി ഫോളോ ചെയ്യണമോ? സിറ്റ് ഓൺ ക്യാഷ് ടേക്ക് സിംഗിൾസ്. നമുക്ക് എപ്പോഴും സിംഗിളാണ്. സിംഗിൾസ് ഇന്ന് മാർക്കറ്റ് വിടും. നിങ്ങൾക്ക് അന്ന് ചെയ്യണമെങ്കിൽ ചെയ്യാം. സാർ, അങ്ങനെ നോക്കുവാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ PCS 3000 കുറവായിട്ട് കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. 2950 സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു ഞാൻ. ഇപ്പൊ ഒന്ന് എടുത്തിരുന്നാൽ കൂടെ ഇപ്പൊ 2600-700 റേഞ്ചിൽ ഇരിക്കുന്നു. ഹാപ്പി ആയിട്ടിന്നല്ലേ? അപ്പൊ സാർ പറയുന്ന പോലെ 50 രൂപയ്ക്കോ 60 രൂപയ്ക്കോ ഒന്നാ എടുത്തിരുന്നാൽ കൂടെ വിഷമിക്കേണ്ട. ഇതിലേ ആയിരിക്കും കുറച്ച് ദിവസത്തിൽ കുറച്ചായിട്ട് കൺസിഡർ ചെയ്യണം. ഇതിനെ കുറിച്ച് വെപ്രാളപ്പെടണ്ട. ഓക്കെ സാർ, ഫൈൻ. അടുത്തത് വന്നിട്ട് IDFCയിൽ ഒരു വലിയ പ്രോബ്ലം ഇരിക്കുന്നു. അതിനെ കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം. ചന്ദ്രശേഖർ നാൾ വന്നിട്ട് ടാറ്റയുടെ ചെയർമാനായിട്ട് അടുത്ത 3rd ടേമിന് പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓണറെ പറ്റൂന്നെന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാ സാർ? കട ആരത്? ഓണറിൻ്റെത്. അപ്പോൾ ആര് തീരുമാനിക്കും? ഓണർ തന്നെ തീരുമാനിക്കും. അപ്പോൾ എന്താണ് പ്രോബ്ലം? പ്രശ്നം വന്നിട്ട് ട്രബിൾ ഇരുന്നാലേ ഇരിക്കും. ഓണർ ഒരു മാനേജർ നോക്കി ശരിയാ ജോലി നോക്കിയോ ഇല്ലയോ എന്ന് ചോദിക്കും. റൈറ്റാ
ഒരു MD നല്ലോണം ജോലി ചെയ്യുന്ന എന്ന് ചോദിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രധാൻ ടാട്ടായിരുന്ന സമയം ഇതുപോലത്തെ ചോദ്യങ്ങൾ വന്നിട്ടില്ല. എന്തെന്ന് വെച്ചാൽ അവർ തന്നെയല്ല അപ്പോയിൻമെന്റ് ചെയ്തത്. ഇപ്പൊ മുതലാളി പോയി അടുത്ത മുതലാളി വന്നിരിക്കുന്നല്ലേ. ഇന്ത്യാണ്ടി പറയും ഒരു വാക്ക്, ദ കിങ് ഇസ് ഡെഡ് ദ ലോങ് ലിവ് ദ കിങ് എന്ന് പറയും. ദ ക്വീൻ ഇസ് ഡെഡ് ദ ലോങ് ലിവ് ദി കിങ് എന്ന് പറയും. അതായത് ആ സീറ്റ് എന്ന് പറയുന്നത് MT ആയിരിക്കില്ല. അതായത് ഒരു എംപറർ പോയി ഇപ്പോൾ ഒരു പുതിയ എംപറർ വന്നിരിക്കുന്നു. പഴയ എംപററിന്റെ ആൾ വന്ന് ജോലി ചെയ്യുന്ന എന്ന് പുതിയ എംപറർ വന്നിട്ട് നോക്കും. ഒരു വശം പുതിയ എംപറർ വന്നിട്ട് അവർ ആൾക്കാരെ അകത്ത് കൊണ്ടുവരണമെന്ന് തീരുമാനിച്ചാലോ? 6 മാസത്തിന്റെ മുമ്പ് നീ തന്നെ ഇരുന്നോ എന്ന് പറഞ്ഞായിരുന്നു. ഇപ്പം ഒരുപാട് പ്രോബ്ലങ്ങൾ 6 മാസത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. എന്താണ് കണ്ടുപിടിച്ചിരിക്കുന്നത് സർ? അവരെന്ത് പറയുന്നു എന്നാ, ഈ ടാറ്റ സൺസിനെ വന്ന് സർ അത് RBI പറയണം. അങ്ങനൊന്നുമില്ല, നീ കടനെ വാങ്ങാതെ കോസ്റ്റ് ബാലൻസ് വെച്ചിരുന്ന എന്തിനാണ് ഈ കടൻ വാങ്ങുന്നത്? സർ ആദ്യം കടൻ അടയ്ക്കുമെന്നല്ലേ മുമ്പേ പറഞ്ഞത്. അതിന് അങ്ങനെ വെച്ചുകൊണ്ട് നിർത്താനാണ് പറയുന്നത്. അതായത് ഒരു 1000 കോടി ബാങ്കിലിട്ട് അപ്പൊ RBI ഇവിടെ വരത്തില്ലല്ലോ, ഇങ്ങനെയാണ് പറയുന്നത്. രണ്ടാമത് കാര്യം, ഈ എയർ ഇന്ത്യനെ 5 വർഷം ലാഭത്തിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 11,000 കോടിയാണ് നഷ്ടം. ഒരു പ്ലെയിൻ താഴെ വീഴുന്നു, ആ പ്ലെയിനിൽ നിന്ന് മാത്രം 7,000 കോടിയാണ് ലോസ്. അപ്പോൾ കൂടെ 4,000 crore പ്രോഫിറ്റ് ചെയ്തിരിക്കുന്നല്ലോ. എന്തെന്ത് വിൽസനെ വിളിച്ചുകൊണ്ടെന്ന്, എന്താണ് വിൽസനെ മാറ്റുന്നതെന്ന് ചോദിക്കുന്നു. അതിന് എന്താണ് പ്ലാൻ, എങ്ങനെയാണ് പ്രോഫിറ്റ് തരുമെന്ന് ചോദിക്കുന്നു. അവർ ചോദിക്കുന്നത് ശരിയല്ലേ? നിന്റെ കാശിനെ ഇട്ടിട്ട് നീ 4,000 കോടി കാണാതെ. സർ അതായത് വന്ന 6 മാസത്തേക്ക് ചോദിച്ചാൽ അങ്ങനെ സർ? അതൊക്കെ ശരി, കമ്പനി വാങ്ങി 5 വർഷം ആയല്ലേ. ഇവർ വന്ന് 1 വർഷം ഇരിക്കുമോ സർ? 1 വർഷമായി. 1 വർഷം കഴിഞ്ഞിട്ട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അയ്യോ ഇതെങ്ങനെ വെച്ചാൽ ഇതല്ല എന്റേതാണ്, ചന്ദ്ര വീട് വാങ്ങി, ചന്ദ്ര ശമ്പളം വാങ്ങി എന്ന് ടാക്ക പറഞ്ഞുകൊണ്ട് പോവും. പക്ഷെ കമ്പനി ഞാനല്ലേ 150 വർഷം നടത്തണം. ഇപ്പൊ പേരില്ലാതെ പോയെങ്കിൽ വെളിയിൽ ബോഡി ആരെ പേരിൽ ഇരിക്കുന്നു? അതെ, അവരെ പേര് തന്നെ. ചന്ദ്രയുടെ പേര് ഇരിക്കുന്ന ഡ്രൈവർ തന്നെയല്ലോ. കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രോബ്ലം ആയെങ്കിൽ നീ കഴിച്ചു പോകും, ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ട്. മനസ്സിലായി. എനിക്ക് 5 വർഷത്തിൽ ടേൺ അറൗണ്ട് ചെയ്യാൻ വയ്ക്കുമെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ടേൺ അറൗണ്ട് ആയില്ലെന്ന് ചോദിച്ചിരിക്കും. ഉത്തരം പറയണം. പക്ഷെ പറഞ്ഞില്ല. നീ തന്നെ 5 year പ്ലാൻ എടുത്ത് തന്നായിരുന്നു. ഇപ്പൊ അടുത്ത പ്ലാന് പോകുന്നു പറയുന്നില്ല. അടുത്ത പ്ലാനെ എഴുതി തരാനാണ് ചോദിക്കുന്നത്. ന്യൂയോർക്ക് എന്ന് പറഞ്ഞ് നീ തന്നെ തുടങ്ങി. എന്തെന്ന് വെച്ചാൽ അടിയിൽ കാശ് പോയിക്കൊണ്ടിരിക്കുന്നു, ഒന്നും വന്നില്ല. അതിന് എന്താണ് ചെയ്യാൻ പോകുന്നു? ഈ ബിഗ് ബാസ്ക്കറ്റ് വാങ്ങി വെച്ചിരിക്കുന്നു. അപ്പോൾ നല്ല ഓടിക്കൊണ്ടിരുന്നു സ്ലോട്ടഡ് ആപ്പ് ഡെലിവറി. 10 minute ഡെലിവറി ഒക്കെ എനിക്ക് വേണ്ട. ആ ലാസിന് എങ്ങനെയാണ് നീ നിർത്താൻ പോകുന്നു, എങ്ങനെയാണ് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പോകുന്നു, അത് വിൽക്കുന്ന ഇതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് നീ എഴുതി തരുവാണെങ്കിൽ നമ്മൾ 2 പേര് ഫ്രണ്ട്സ്, നമുക്ക് 2 പേർക്ക് ചെയ്താൽ കള കഴിക്കാം. ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരടിക്കുന്നു ചെയ്യുന്നു. ഇതിനെ അവരടിക്കുന്നൊന്നുമില്ല, മുതലാളി കണക്ക് ചോദിക്കുന്നു, അത്രയും തന്നെ നടത്തുന്നവിടെ. മുതലാളി കണക്ക് ചോദിക്കുന്നു, എംപ്ലോയി കണക്ക് കൊടുക്കുന്നില്ല എന്നതിനെ താണ്ടി ഞങ്ങളെ ബെഡ്സ് ഒക്കെ അതിൽ വലുതായിരിക്കുന്നു. ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ സ്റ്റീൽ, റാണി അങ്ങനെ വിറ്റോ കാരണം പറ്റൂല സാർ. ഏതോ എനിക്ക് അതിൽ സംസാരിക്കില്ലോ. അതുകൊണ്ട് എന്ത് പറയുന്നെന്നാൽ ആർക്കൊക്കെ വേണ്ടയോ വരൂ, കാശ് വാങ്ങേണ്ട പോകാം. സർ ഞങ്ങൾക്കൊക്കെ വലിയ ബെറ്റാണ്. ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ സ്റ്റീൽ, ടാറ്റ കൺസ്യൂമർ, TCS, ടാറ്റ പവർ എന്ന് ഒരു ലിസ്റ്റായിട്ട് ഞങ്ങൾ എടുത്തു വച്ചിരിക്കുന്നു. ഇപ്പൊ നിനക്ക് വേണ്ടെന്ന് കൊടു എന്ന് പറഞ്ഞ് കൂളോ പറയുവാണെങ്കിൽ എന്ത് വില ഇരിക്കുന്നോ ആ വിലയിൽ കാശ് തരാ ബിയല്ലേ ഇരിക്കുന്നോ സർ. രണ്ടാമത് ടാറ്റ മോട്ടോഴ്സിൽ ഞാൻ തന്നെ പേഴ്സണലായിട്ട് അനുഭവിച്ചിരിക്കുന്നു. 70 രൂപയ്ക്കാണ് കൊറോണ ടൈമിൽ കണ്ടത്. ബിസ്പാസ് രണ്ടും ചേർക്കുവാണെങ്കിൽ 700 രൂപയിലാണ് നിൽക്കുന്നത്. ഇറ്റ് ഈസ് 10 ടങ്. അതൊന്നും ഹാപ്പി ആയി. അന്ന് തന്നെ ഞാൻ വാങ്ങിയില്ലല്ലോ. വേറെ കണക്ക് കറക്റ്റാ ചോദിക്കുന്നു, നീ ഹാപ്പി ആയിട്ടിരിക്കണം. ഓക്കെ ഫൈൻ. ഓക്കെ സർ, താങ്ക് യു സർ. മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് ചോദിക്കാന ചോദ്യത്തിൽ സെബി വന്ന് ഗോൾഡ് സിൻവാന്റെ അകത്ത് വന്നതായിട്ട് ഞാൻ കണ്ടായിരുന്നു. സോ നാളെ സൺഡേ വന്നിട്ട് മ്യൂച്വൽ ഫണ്ട് സൺഡേ ആണ്. ഇന്നത്തുള്ള എപ്പിസോഡ് തീർന്നു. എപ്പിസോഡ് നോക്കാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.